നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസും ഡിവൈഎഫ്ഐയും നരനായാട്ട് നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ട് ഭാരതത്തിന്റെ വിഭജനത്തിന് വീണ്ടും ശ്രമിക്കുകയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെയും ക്യാമ്പസുകളെ ചുവപ്പിക്കാനുള്ള സർക്കാരിന്റെയും നീക്കങ്ങൾക്കെതിരെയാണ് UDF എന്ന് UDF കൺവീനർ MM ഹസൻ. നേരിന്റെ പക്ഷത്തു നിന്ന് സത്യത്തെ സംരക്ഷിക്കുകയെന്ന കടമ നിറവേറ്റുന്ന ഗൺരഹിത ഗൺമാൻമാരാണ് മാധ്യമപ്രവർത്തകരെന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസും ഡിവൈഎഫ്ഐയും നരനായാട്ട് നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചേവായൂർ പോലീസ് സ്റ്റേഷന് സമീപം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നിർവഹിച്ചു. ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ അതിശക്തമായ പ്രതിഷേധവുമായി കോഴിക്കോട്ടെ കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്നും പോലീസുകാർ കോൺഗ്രസുകാർക്കെതിരെ അതിക്രമം നടത്തിയാൽ പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ മുദ്രാവാക്യം കാലം മാറും ഭരണം മാറും, കാലവും മാറും ഭരണമൊന്നും മാറേണ്ട പുഷ്പിച്ച് ഇനി തമ്മാർ തുടങ്ങാൻ സമരം അക്രമം കാണിക്കുന്ന പോലീസുകാരുടെ വീടിന് മുമ്പിലായിരിക്കും. വീട്ടിൽ പുറത്തിറങ്ങില്ല. ഇവിടെ എന്തും ആവാം. ഇതെന്താ വെള്ളരിക്കപ്പെടണം? ഞാൻ ആലോചിക്കുക, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെയും യൂത്ത് ലീഗുകാർക്കെതിരെ CPM-ന്റെ ഗുണ്ടാക്രമം ഒരു ഭാഗത്ത്, പോലീസുകാരന്റെ അടി വേറെ ഭാഗത്ത്, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രോട്ടോകോൾ ലംഘിച്ച് അടിച്ചിരിക്കുന്നത് എന്തോ ഒരു വലിയ വീരവാദം ചെയ്യും പോലെ. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് അടി തൊഴി, ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നതിന് കുപ്പിയിൽ മുലപ്പാൽ, ബിരിയാണി, പരിപാവനമായ അശോസ്തംഭുള്ള തൊപ്പി വെച്ച് ഈ നാണം കെട്ട് പങ്കെടുക്കാൻ ഉറപ്പുണ്ടോ പോലീസുകാർ? ഫറോക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷനിലെ ഗേറ്റിന് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസുകാരന് കടന്നിരിക്കുവാൻ സാധിക്കുമെന്നും സ്വപ്നമുണ്ടല്ല പൂർവ്വസൂരികളായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. കോൺഗ്രസ് പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായത്. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തസ്വീർ ഹസൻ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി MP കുഞ്ഞുമൊയ്തീൻ, V മുഹമ്മദ് ഹസൻ, സതീദേവി ടീച്ചർ, ഉല്ലാസ് രാമനാട്ടുകര, രതീഷ് മാമ്പയിൽ തുടങ്ങിയവരും സംസാരിച്ചു. ബേപ്പൂരിലും മുക്കത്തും പോലീസ് സ്റ്റേഷനുകളിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ട് ഭാരതത്തിന്റെ വിഭജനത്തിന് വീണ്ടും ശ്രമിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം P K കൃഷ്ണദാസ്. കോഴിക്കോട്ട് രഞ്ജിത്ത് ശ്രീനിവാസ് അനുസ്മരണ പരിപാടിയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. OBC മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാരാർജി ഭവനിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം P K കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 1947 ഭാരത വിഭജനത്തിന് കാരണമായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്.
മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബാല്യകാലം മുതൽക്ക് തന്നെ ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള രഞ്ജിത്തിനെയാണ് വളരെ ആസൂത്രിതമായിട്ട് മതഭീകരവാദികൾ കൊലപ്പെടുത്തിയത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വേർപാട് നമ്മെ സംബന്ധിച്ച് ഉണങ്ങാത്ത മുറിവാണ്, പക്ഷെ വറ്റാത്ത പ്രചോദനമാണ്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ വേർപാട് നമുക്ക് ഉണ്ടാക്കിയ ആ മുറിവുണ്ടല്ലോ, ഹൃദയത്തിൽ ഉണ്ടാക്കിയ മുറിവ്, അത് ഉണങ്ങാൻ പ്രയാസം. പക്ഷേ നമുക്കെന്നും ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പരമായ വൈഭവത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തെ ജഗദ്ഗുരു സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വേർപാട് ബലിദാനം അതൊരു പ്രേരണാ സ്രോതസ്സായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് നാരങ്ങയിൽ ശശിധരൻ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV സുധീർ, അജയ് നെല്ലിക്കോട്, TV ഉണ്ണികൃഷ്ണൻ, OBC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK അജിത് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുവാനുള്ള ഗവർണറുടെയും ക്യാമ്പസുകളെ ചുവപ്പിക്കുവാനുള്ള സർക്കാരിന്റെയും നീക്കങ്ങൾക്കെതിരെയാണ് UDF എന്ന് UDF കൺവീനർ MM ഹസൻ. സർക്കാരും ഗവർണറും തമ്മിൽ ചക്കളത്തിപ്പോര് നാടകമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഗവർണർക്കെതിരായി കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവരെ പോലീസ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കൊണ്ടുപോയി പുറകെ വരുന്ന പോലീസ് വാനിലേക്ക് കയറ്റുക. യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കുന്നവരെ അടിച്ച് തകർത്ത് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് ഈ രണ്ടു കൂട്ടരും കൂടി നടത്തുന്ന ഇത് എപ്പോഴെല്ലാം ഗവൺമെന്റിന് ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു പോര് കേരളം കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഗവർണറെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ UDF ആവശ്യപ്പെട്ടപ്പോൾ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പായത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ മാറ്റിക്കൊടുത്തു. പിന്നെ അവിടെ രാജഭവനിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് വേണം, അതെല്ലാം അംഗീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു. ഇതാ ഇപ്പോൾ വീണ്ടും രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് നടത്തുന്നു. മിക്കവാറും ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഗവർണർ ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്രിസ്മസ് തൽക്കാലത്തിൽ വെച്ച് ഇവർ ഒത്തുതീർപ്പാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. UDFിൻ്റെ നിലപാട് സംശയാതീതമായി ഞാൻ പറയുന്നു. ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമത്തെയും ഗവർണർ കാണിക്കുന്ന ഈ തെരുവ് നാടകങ്ങളെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുന്നു. മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിച്ച് മാർക്സിസ്റ്റ്വൽക്കരിച്ച് നടത്തുന്ന ആ ശ്രമങ്ങളെ ഞങ്ങൾ ഒരുപോലെ എതിർക്കുകയാണ്. സംഘപരിവാറിൻ്റെയും CPMൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നേരിന്റെ പക്ഷത്തു നിന്ന് സത്യത്തെ സംരക്ഷിക്കുകയെന്ന കടമ നിറവേറ്റുന്ന ഗൺരഹിത ഗൺമാൻമാരാണ് മാധ്യമപ്രവർത്തകരെന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് പ്രസ് ക്ലബിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബിരുദദാന ചടങ്ങ് സാഹിത്യകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബാച്ചിലെ 1ാം റാങ്കുകാരി N ഗോപികയ്ക്ക് അദ്ദേഹം സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു. നേരിന്റെ പക്ഷത്ത് നിന്ന് സത്യത്തെ സംരക്ഷിക്കുക എന്ന കടമ നിർവഹിക്കുന്ന ഗൺരഹിത ഗൺമാൻമാരാണ് മാധ്യമപ്രവർത്തകരെന്നും എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും ഒരേ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തനം ഒരുപാട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ മാറിക്കഴിഞ്ഞു. വളരെ അപകടകരമായ ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ എല്ലാ മേഖലയിലും അങ്ങനെ അപകടങ്ങളുണ്ട്. അത് ആ വെല്ലുവിളികൾ നമ്മൾ നേരിടണം. പക്ഷേ നമ്മൾ രണ്ടുപേരും, അത് എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ജോലിയാണ്. നമ്മൾ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നു. എന്നെപ്പോലുള്ള എഴുത്തുകാർ ചെയ്യുന്നത്, പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ കഥാപാത്രങ്ങളുടെ വായിൽ വെച്ചു കൊടുക്കും, കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. പക്ഷെ നിങ്ങൾ നേരിട്ട് പറയും. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞങ്ങൾക്ക് എഴുത്തുകാർ കുറച്ചുകൂടി സുരക്ഷിതരാണ്. എന്തെങ്കിലും അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞാൻ പറയും ഞാനല്ലത് പറഞ്ഞത്, എന്റെ കഥാപാത്രമാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. അത് മാത്രമാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. സമൂഹത്തിന് എപ്പോഴും ലഭ്യമാവുക എന്നതാണ് ഒരു
പത്രപ്രവർത്തകന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് പറഞ്ഞു. പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ, ICJ ഡയറക്ടർ VE ബാലകൃഷ്ണൻ, ഒന്നാം റാങ്ക് നേടിയ N ഗോപിക, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PS രാകേഷ്, ട്രഷറർ PV നജീബ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുട്ടിക്കാലം മുതൽ കൃഷിയെ സ്നേഹിക്കുന്ന കർഷകനെ തേടി പ്രധാനമന്ത്രിയുടെ അഭിനന്ദന സന്ദേശം എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് മാവൂർ ഗ്രാമം. മാവൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ കണ്ണിപ്പറമ്പ് കായേരി ധർമ്മരാജനെ തേടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിളി എത്തിയത്. ധർമ്മരാജൻ, കോഴിക്കോട്. വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കുന്നതിനിടയിലാണ് മോദി ധർമ്മരാജനുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചത്. ധർമ്മരാജന്റെ ജീവിതം രാജ്യത്തിന് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാരമ്പര്യ കർഷക കുടുംബമാണ് ധർമ്മരാജന്റേത്. ഭാര്യ ജിഷയും 2 പെൺമക്കളും അടങ്ങുന്നതാണ് ധർമ്മരാജന്റെ കുടുംബം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ധർമ്മരാജൻ വാഴകൃഷി മുതൽ വൈവിധ്യമാർന്ന പലതരം കൃഷി ചെയ്യുന്നയാളാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡും കിസാൻ സമ്മാന നിധിയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം തന്റെ 2 പെൺമക്കളുടെ പഠനത്തിനും സഹായകരമായെന്ന് ധർമ്മരാജൻ പറഞ്ഞു. ഞാനിപ്പം ഏകദേശം ഒരു 10-20 വർഷത്തോളമായി ഈ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നേന്ത്രവാഴ കൃഷി, മെയിനായിട്ട് നേന്ത്രവാഴ കൃഷിയാണ് ചെയ്യുന്നത്. നമുക്ക് കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോൾ വിളിച്ചാലും ഞങ്ങളെ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് മാഡമാണ്. മാഡം എപ്പോഴും ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ, കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ ഉപദേശങ്ങൾ തരും. അപ്പം ഇത് ഞാൻ പ്രധാനമായിട്ട് ഈ കൃഷി കൊണ്ട് തന്നെയാണ് ജീവിച്ചു പോണത്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ചെലവുകളൊക്കെ കൃഷി കൂടെ തന്നെ ആണ് മുന്നോട്ട് പോകുന്നത്. അല്ലേ എനിക്കിവിടെ സ്വന്തം സ്ഥലം എനിക്ക് 31 സെൻറ്റാണ് ഉള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഒരു 50 സെൻറ്റ് പാട്ടത്തിനൂടി എടുത്തു. എൻ്റെ അനിയൻ്റെ സ്ഥലം തന്നെയാണ്, പാട്ടത്തിനൂടി എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. കൃഷിയാണ് തന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും ധർമ്മരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ. കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ CITU കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ദേശീയ വ്യാപകമായി സംഘടന നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടും ധർണ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും മാനേജ്മെന്റുകളുടെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുമായിരുന്നു മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർ രാജ്യവ്യാപകമായി പണിമുടക്കിയത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുൻവശം നടന്ന പ്രതിഷേധ പരിപാടികൾ CITU സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. 2000 ടൺ അരി പൊതുമാർക്കറ്റിൽ ഒരാഴ്ചയിൽ ലേലത്ത് കൊടുക്കും. നമ്മൾ ഈ ഇരിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവരോ അഭിവാദ്യം ചെയ്യാൻ വന്നവരല്ല ഏതെങ്കിലും ഒരു സഖാവിന് ആ 2000 ടൺ അരി ലേലം ചെയ്യുന്നിടത്ത് പോയി ഒരു 5 കിലോ അരി ലേലത്തിൽ പിടിച്ച് കൊണ്ടുവരാൻ കഴിയുമോ? കാരണം 5 കിലോ ലേലം ചെയ്യുന്നില്ല, 2000 ടണ്ണേ ലേലം ചെയ്യുന്നുള്ളൂ. അതാർക്കേ ലേലത്തെടുക്കാൻ കഴിയൂ? വലിയ കമ്പനികൾക്ക്, കോടീശ്വരന്മാർക്ക് ലേലത്തെടുക്കാൻ പറ്റൂ. അങ്ങനെ 2000 ടൺ അരി ഒരാഴ്ചയിൽ ലേലത്തെടുത്താൽ ആ അരി അവിടെ പോവും. ഈ കോടീശ്വരന്മാരുടെ ഗോഡൌണിലേക്ക് പോവാ, മാർക്കറ്റ് വരുന്നില്ല. ഈ സ്റ്റോക്കുള്ള അരി കൃഷിക്കാരനോട് കുറഞ്ഞ വിലക്കെടുത്ത അരി കിലോവിന് 29 രൂപ വെച്ച് ലേലം ചെയ്ത് മുതലാളിമാരുടെ അറകളിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനം.
ജനങ്ങളുടെ ഭക്ഷ്യക്ഷാമവും അരിയുടെ വിലക്കയറ്റവും കുറയ്ക്കേണ്ടതല്ലോ. KMSRA ജില്ലാ പ്രസിഡന്റ് PK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി C നാസർ, KMSRA സംസ്ഥാന പ്രസിഡന്റ് PK സന്തോഷ്, KMSRA ജില്ലാ സെക്രട്ടറി N രഞ്ജിത്ത് തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അപകോളനീകരണ പോരാട്ടങ്ങളുടെ വൈജ്ഞാനിക സംഗമമായി ഡി കോൺക്വിസ്റ്റ അന്താരാഷ്ട്ര അക്കാദമിക സമ്മേളനം ഡിസംബർ 22 മുതൽ 24 വരെ കോഴിക്കോട്ട് നടക്കും. 3 വേദികളിലായി നടക്കുന്ന പരിപാടിയിൽ 20ഓളം സെഷനുകൾ ഉണ്ടാകും. 50-ലധികം അതിഥികൾ പങ്കെടുക്കുമെന്ന് SIO ഭാരവാഹികൾ പറഞ്ഞു. ലോകത്ത് കൊളോണിയലിസത്തിനെതിരെ, പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ സെറ്റിലർ കൊളോണിയലിസത്തിനുമേൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിനെതിരെയുള്ള ധാരാളം മുന്നേറ്റങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ജനങ്ങൾ, ലോകത്ത് വ്യത്യസ്ത നഗരങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ ഒക്കെയും വലിയ പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൊളോണിയലിസത്തിനെതിരെയുള്ള ചർച്ചകളും അതിന്റെ സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും മൂർച്ച കൂട്ടുന്നതിനാവശ്യമായ സ്വഭാവത്തിലുള്ള പഠനങ്ങളുമൊക്കെയാണ് ഈ കോൺഫറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീമുകളിലൊന്ന്. അപകോളനീകരണമാണ്. ISO കേരളയും ക്യാമ്പസ് അലൈവ് വെബ് മാഗസിനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഡി കോൺക്വിസ്റ്റ വൈജ്ഞാനിക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസ് ഡിസംബർ 22, 23, 24 തീയതികളിൽ കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡിൽ വെച്ച് നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബുർ റഹ്മാൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. അപകോളനീകരണ ചിന്തയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിപാടിയിൽ മലബാറിന്റെ പാഠങ്ങൾ, പലസ്തീൻ പ്രതിരോധം തുടങ്ങിയ പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ നടക്കുക. ISO ദേശീയ പ്രസിഡന്റ് റമീസ് EK മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ISO സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് TK, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിബ്, സംസ്ഥാന സെക്രട്ടറി വാഹിദ് ചുള്ളിപ്പാറ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ. ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മാറാട് പ്രദേശത്തിന്റെ ഉത്സവമായി മാറാട് അയ്യപ്പൻ വിളക്ക്. താലപ്പൊലിയുടെയും ശിങ്കാരി കാവടിയുടെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടെ നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളപ്പിൽ 100 കണക്കിന് അയ്യപ്പന്മാർ പങ്കെടുത്തു. മാറാട് അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി ആഘോഷിക്കുന്ന അയ്യപ്പൻ വിളക്ക് 3 ദിവസങ്ങളിൽ വിപുലമായി നടന്നു. മാറാട് അയ്യപ്പ ഭജനമഠം പരിസരത്തൊരുക്കിയ വിളക്ക് പന്തലിൽ വിവിധ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളുടെ ചടങ്ങുകളും നടന്നു. ലീല വൈദികന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭജനമഠം മാതൃസമിതിയുടെ സഹസ്രനാമ പാരായണവും നാരായണ ശർമ്മ തേവലശ്ശേരിയുടെ ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അക്ഷത കലശപൂജയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ജിജേഷ് പട്ടേരിക്ക് ആദരം നൽകി. പള്ളിവാൾ ദൃശ്യാവിഷ്കാരവും മറ്റ് കലാപരിപാടികളും അയ്യപ്പൻ വിളക്കിന് മാറ്റുകൂട്ടി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഗോദീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. ഗജരത്നം പാറന്നൂർ നന്ദൻ തിടമ്പേറ്റി. താലപ്പൊലിയുടെയും ആരവം കലാസമിതിയുടെ ശിങ്കാരി കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ എത്തി. അയ്യപ്പൻ പാട്ട്, പൊലിപ്പാട്ട്, കനലാട്ടം, വെട്ടും തടവും തുടങ്ങിയ ആചാര ചടങ്ങുകളും നടന്നു. കോലളമ്പ് ബാലൻ സ്വാമിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന മാറാട് അയ്യപ്പൻ വിളക്ക് നാടിന്റെയാകെ ഉത്സവമായി. അയ്യപ്പ ഭജനമഠം പ്രസിഡന്റ് G രമേശൻ, ജനറൽ സെക്രട്ടറി ദിനൂപ് ചമ്പയിൽ, ട്രഷറർ ഷിജിത്ത് അണ്ടത്തോടത്ത് എന്നിവരും മറ്റ് ഭാരവാഹികളും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു.
ഭക്തരുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ പങ്കാളിത്തത്തോടെ അയ്യപ്പൻ വിളക്ക് ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കിഴക്കുംപാടം റെസിഡൻസ് അസോസിയേഷൻ ജീവൻ രക്ഷാ പരിശീലനം നൽകി. ക്ലാസിന് ആസ്റ്റർ മിംസ് എമർജൻസി വിഭാഗത്തിലെ പരിശീലകൻ മുനീർ MP നേതൃത്വം നൽകി. കിഴക്കുംപാടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൌൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആസ്റ്റർ മിംസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനർ മുനീർ MP ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ ദൈനംദിന അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അത്യാഹിതങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഹൃദയസ്തംഭനം, കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ. നമ്മൾ ഓരോ ദിവസവും രാവിലെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നൊരു വാർത്തയായിരിക്കും, അല്ലേ? കുഴഞ്ഞു വീണു മരിച്ചു, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു മരിച്ചു, ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു മരിച്ചു, ജോലിക്കിടയിൽ കുഴഞ്ഞു മരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരാൾ കുഴഞ്ഞു വീണ് നമ്മുടെ മുമ്പിൽ അബോധാവസ്ഥയിലാവുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളുമാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇതാണ് നമ്മൾ മെയിൻലി ഒന്ന് പഠിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അരിക്കനാട്ട് ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വിനോദ് പാറയിൽ, ട്രഷറർ ശരവണൻ തുടങ്ങിയവരും സംസാരിച്ചു. വിജയകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ദുബായ് ബസാറിൽ പ്രഭ ഫോൺ ഫിക്സിന്റെ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങി. കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ഫോണുകൾ റിപ്പയർ ചെയ്യാൻ സാധിക്കുമെന്ന് സാരഥികൾ അവകാശപ്പെട്ടു. ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് സർവീസ് രംഗത്ത് 4 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് പ്രഭ ഫോൺ ഫിക്സ്. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാവിധ സ്മാർട്ട് ഫോണുകളും വളരെ വേഗത്തിൽ സർവീസ് ചെയ്തു കൊടുക്കുന്നു എന്നതാണ് പ്രഭ ഫോൺ ഫിക്സിന്റെ പ്രത്യേകത. ദുബായ് ബസാറിൽ ആരംഭിച്ച ആധുനിക ഷോറൂമിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ആയിരത്തി 1982 മുതൽ ദുബായ് ബസാറിൽ പ്രവർത്തിച്ചു വരികയാണ് പ്രഭ ഫോൺ ഫിക്സ്. മെക്കാനിക്കൽ ഫോണുകളുടെ റിപ്പയറിംഗിൽ തുടങ്ങി അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഹൈലി അഡ്വാൻസ്ഡ് സ്മാർട്ട് ഫോണുകളുടെ റിപ്പയറിംഗിൽ പുതിയ കാലത്തിനും ടെക്നോളജിക്കും ഒപ്പം എത്തി നിൽക്കുകയാണ് പ്രഭ ഫോൺ ഫിക്സ്. ഏതുതരം സ്മാർട്ട് ഫോണുകളായാലും അവയിലെ കംപ്ലൈന്റുകൾ എന്തു തന്നെയായാലും വളരെ വേഗത്തിൽ പ്രശ്നപരിഹാരം നടത്താൻ പ്രഭ ഫോൺ ഫിക്സിന് സാധിക്കും. തിരുമംഗലത്ത് ബാലനാണ് പ്രഭ ഫോൺ ഫിക്സ് എന്ന സ്ഥാപനത്തിന്റെ സാരഥി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 100ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി റഫി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ 22 വൈകിട്ട് 6 മണിക്ക് ബീച്ച് ഓപ്പൺ സ്റ്റേജിൽ റഫി നൈറ്റ് സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് മെഹ്റൂഫ് മണലൊടി, കൺവീനർ കെ സുബൈർ എന്നിവർ പറഞ്ഞു. ബംഗളൂരുവിൽ നിന്നുള്ള മുഹമ്മദ് അസ്ലം, കൽവീന്ദർ സിംഗ്, ഗോപിക മേനോൻ, SK കീർത്തന തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ ഡിസംബർ 22-23 തീയതികളിൽ ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഡിജിറ്റൽ ഫെസ്റ്റ് നടത്തുമെന്ന് പ്രിൻസിപ്പൽ P. ജ്യോതി, ഫെസ്റ്റ് ഡയറക്ടർ CT ആദിൽ എന്നിവർ പറഞ്ഞു. വിദേശത്ത് നിന്നുള്ളതടക്കം 42 സ്കൂളുകൾ ഫെസ്റ്റിൽ പങ്കെടുക്കും. 22 രാവിലെ നൗക്രി.com സ്ഥാപകൻ സഞ്ജീവ് ബിക്ചന്ദാനി ഓൺലൈൻ വഴി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. 22 പ്രദർശനവും 23 ടെക് ടോക്കും നടക്കുമെന്നും സ്കൂൾ സാരഥികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസും ഡിവൈഎഫ്ഐയും നരനായാട്ട് നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ട് ഭാരതത്തിന്റെ വിഭജനത്തിന് വീണ്ടും ശ്രമിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെയും ക്യാമ്പസുകളെ ചുവപ്പിക്കാനുള്ള സർക്കാരിന്റെയും നീക്കങ്ങൾക്കെതിരെയാണ് UDF എന്ന് UDF കൺവീനർ MM ഹസൻ. നേരിന്റെ പക്ഷത്തു നിന്ന് സത്യത്തെ സംരക്ഷിക്കുകയെന്ന കടമ നിറവേറ്റുന്ന ഗൺരഹിത ഗൺമാൻമാരാണ് മാധ്യമപ്രവർത്തകരെന്ന് സാഹിത്യകാരൻ M. മുകുന്ദൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.